പോയി. എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതില്ലയോ? ഇപ്പൊ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അടി കിട്ടിയപ്പോ ആശ്വസിപ്പിക്കാന്ന് വെച്ചു. അയ്യോ, അതല്ല, ഇവളിപ്പോ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന്? Mr. Papan, എന്നാ ചേട്ടത്തിയെ? you know what? ആ. I had second thoughts. അതെന്നാ അത്? മൺഡേ കോർട്ടിൽ ഞാൻ കൊണ്ടുവന്ന ആടിനെ. Where is the goat? ആ, എടാ, നീ ഇവരുടെ കോട്ട എടുത്തായിരുന്നോടാ? ഞാനെടുത്തില്ല, നീ എടുത്തു. ഇവരെടുത്തില്ലായിരുന്നു കേട്ടോ. Come on. തമാശ കളിക്കരുത്. I don't have much time. ആടെവിടെ? ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പാർപ്പിച്ചേക്കുവാ. I don't trust you guys. Where is she? ആടെവിടെ പാപ്പാനെ? What? ഒരു സ്ത്രീയെ പൊതു സ്ഥലത്ത് വെച്ച് തെറി വിളിക്കാൻ മാത്രം ആയോടാ നീ? You male chauvinist. You പ്രകൃതി വിരുദ്ധൻ. I will show you. നീ വളർത്തുന്നു. ഒറ്റെണ്ണത്തിന് വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിൽ കയറ്റും. നീ കുറെ ഉണ്ടാക്കുന്നു. തിങ്കളാഴ്ച ഒരു പീഡന കേസോട് നേരിടാൻ തയ്യാറായിട്ടു. I won't spare any of your time. നീ എന്നാന്ന് വെച്ചാ പുറത്തടി. കാണിച്ചുതരാടാ നിന്നെയൊക്കെ. അവന്റെയൊക്കെ ഒരു ആട്ട വണ്ടി. നിനക്ക് വണ്ടി. എല്ലാത്തിനും അടി. എന്റെ വണ്ടിക്കിട്ട് നീ കല്ലെറിയൂലടി. നിന്നെ നീ പോടാ പ്രകൃതി വിരുദ്ധ. എല്ലാ കുടിച്ചും കൂടി വരുവാന്നല്ലോ. സാറിന് ഐശ്വര്യം വരാൻ പോവുകയാണ്. സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ്. എവിടത്തുകാരനാടാ നീ? ഭൂതം ഭാവി പറയും സാർ. അപ്പൊ പിന്നെ വർത്തമാനം ഞാൻ പറയും. എല്ലാരും പോലെ ഇരുകാലികളെ കൊണ്ടല്ല, നാൽക്കാലിയെ കൊണ്ടാണ് സാറിന് ഐശ്വര്യം. അത് വന്ന് കയറിയ പിന്നെയാ. വിശ്വാസം വരുന്നില്ലേ? വിശ്വാസം വരുന്നില്ലെങ്കിൽ രണ്ട് പൂക്കൾ മനസ്സിൽ വിചാരിക്കൂ. അത് ഏത് നിറമാണെന്നും ഏത് പൂവാണെന്നും കൃത്യമായി ഞാൻ പറയും സാർ. ഒരു പൂ വിചാരിക്കൂ സാർ. ഒന്ന് പോടാ പോയൊന്ന്. ഷാജിട്ടാ ഒന്ന് വിചാരിക്കേ, പുള്ളിയുടെ ആഗ്രഹം നോക്കല്ല. വിചാരിച്ചു. രക്ഷപ്പെട്ടു. സാർ വിചാരിച്ചത് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന് ചിഹ്നമായ താമരയും പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും സാഫല്യമായ റോസാപ്പൂവല്ലേ? അല്ല. അല്ലേ? പിന്നെ ഏത് പൂവാണ് സാർ വിചാരിച്ചത്? യെസ്. എടാ പട്ടി, ആടാ എന്റെ പെട്ടി. കിട്ടി. കേരളത്തിൽ ഇത്രയും പൂക്കളുണ്ടായിരുന്നു. ഇതൊക്കെ ഏത് കാട്ടിലാണാവോ? ഇനി പൂ പിടിക്കാൻ പൂവാൻ ഏത് പൂവാണ് മനസ്സിൽ വിചാരിച്ചത്? മേടിച്ചോ? വേണ്ടേ? അന്ന് പറഞ്ഞു പോവല്ലേ? തിന്നാ പോണ്ട. ചേട്ടാ, ഞങ്ങളിവിടെ ബോംബെ ചെന്ന് കഴിഞ്ഞാൽ ബോംബെയിൽ ബോണ്ടുണ്ടാവോ? എനിക്കാണെങ്കിൽ ബോണ്ടേനെ ഹിന്ദി പറയണ എന്താണെന്ന് അറിയാൻ മേല. സത്യം കിട്ടും. എന്നാലും നമ്മുടെ അബുവിനെ ആരാടാ പോയി കൊണ്ടുപോയത്? ആരായാലും ആള് മാറിപ്പോയതാ, അതുറപ്പാ. അവന്റെ കാര്യം പോട്ടെ, അവൻ കിടന്ന് ഒച്ചയ്ക്കുമ്പോ അവന്മാരവനെ വെറുതെ വിടും. പക്ഷെ പിങ്കിനെ എന്തായാലും ചെയ്താ നാളെ നമ്മൾ തൂങ്ങും. അതെ, ആ പെണ്ണുമ്പിള്ളനെ പിണക്കണ്ടായിരുന്നു ഷാജേട്ടാ. എന്നല്ലാണ്ട് വണ്ടി ഇടിച്ച് ഇടിയും കൊണ്ട് കിടക്കുമ്പോഴാ അവളുടെ ഒരു ഗുണവധികാരം. ആരായാലും ചൂടാകുകയല്ലേ? നാളെ അവള് പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ. അല്ല, ഇപ്പൊ പെമ്പിളാരെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത്. സത്യം. അയ്യോ, ഞാൻ പീഡിപ്പിക്കില്ല സാർ. ഏത് പോകും? അത് റോഹിത്ത് വാട്സാപ്പിൽ തുണ്ടായിക്കുന്ന ഹരിതാ നായരുടെ ആയിരിക്കും 8ാമത്തെ ക്ലിപ്പ്. കൊറേ നാളായി ഓർമ്മ കണ്ടിട്ട്. അവളുടെ കണ്ട പോലീസ് പൊക്കൂട്ടാ ഷാജേട്ടാ. അതെന്നാ പരിപാടിയുടെ പോയി? വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നും ഇല്ലയോ? ഒച്ചകേട്ടവർക്കാന്നോ കേസ്? മോനൊന്നും ഇട്ടാ മോനെ. അതൊന്നും പഠിക്കുന്നില്ല. ഇവന്റെ ഇറങ്ങിയോ? അപ്പോ അവൻ കേക്കൂലേട്ടാ.
അവരുടെ എന്നാ തിരിച്ചു കൊടുക്കാൻ ഈ പറയുന്നേ? എടാ പട്ടികളെ, വല്ല അബദ്ധത്തിന് അവന്മാരെ വല്ല എടുത്തിറങ്ങി തിരിച്ചു കൊടുക്കുക കേട്ടോ. അബദ്ധത്തിന് ആരെങ്കിലും പേര് പോലും അറിയാൻ പാടില്ല സാധനം എടുക്കട്ടാ. അതും ഇത് ഇന്ദ്രപരണ്ടി തോന്നുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ഇനി വല്ല നീലക്കൊടുവേലിയും കണ്ടുപിടിച്ച് തിന്നേണ്ടി വരും. മറിയ ഏലം ഫാക്ടറി. ഇവിടെ അബു ഊഞ്ഞാലാടന്റെ പുറകിൽ പൂട്ടിക്കിടക്കണ ഏലം ഫാക്ടറി ബോർഡ് കണ്ട. എന്നാലും ഇത്ര സ്ഥലം ഇവിടെ ഉണ്ടിട്ട് അവൻ എന്തിനാ അവിടെ പോയി കിടന്ന് ഊഞ്ഞാലാടണെന്ന്? ഇവരെപ്പോഴാ അവിടെ പോയത്? ശരിയാണല്ലോ, ഇവന്റെ ബോധടക്കി പോകുന്നുണ്ടെങ്കിലും കണ്ണിന് കാഴ്ച കൂടുന്നുണ്ട് കേട്ടോ. എനിക്കും വേണോടാ നീലക്കൊടുവേലി. വാടാ മക്കളെ. നോക്കി നിൽക്കാതെ വാടാ, നമുക്ക് മേടിച്ചു തരും. നീലേന്ന് കേട്ടോ, എല്ലാരും കൂടെ ഓടണം. ഞാനുണ്ട്. കുന്തോങ്കുരുടിയൊക്കെ എടുത്തിട്ട് കേടാ കൊണ്ടുവാപ്പാ. അവന്മാരെ തലയടിച്ചു പൊടിക്കണം. അവന്മാരെ ഹലോ എസ് ഐ സാറല്ലേ? നമ്മുടെ കേസി പെട്ട് പൂട്ടിക്കിടക്കുന്ന മറിയ ഏല ഫാക്ടറി ഇല്ലേ? അവിടെ കുറെ പേര് ഒരു പെണ്ണിന്റെ കരച്ചിൽ കുറെ നേരമേ കേൾക്കുന്നു. എന്നാടാ വിചാരിച്ച ഞങ്ങളുടെ അബുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരികയല്ല. സർവത്ത് സാറേ പിന്നെ ആട്. നീയൊക്കെ ഇതുവരെ ഇതിനോട് ചെയ്തത് പോരാഞ്ഞിട്ട് ഈ കാട്ടിൽ കൊണ്ടുവന്ന് വേറെ സാമൂഹ്യ വിരുദ്ധരെയും കൂട്ടി. അയ്യോ സാറേ, സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. സാറേ ഇവന്മാര് മറ്റേ നീല. അതേടാ, മറ്റേ നീല തന്നെ. ഞാൻ കണ്ണോർക്കുമ്പോ മുമ്പിൽ പോലീസാണല്ലോ. നമ്മൾ മന്ത്രിമാരായ ഷാജേട്ടാ. രണ്ട് ഡസൻ നാരങ്ങ വാങ്ങിച്ചോ, രണ്ടെണ്ണം കുറച്ച് മതി. നിന്റെ കണ്ണീര് കൊണ്ട് ഞാൻ ഒരാടിനെ പോലും വെറുതെ വിടാത്ത കാമപ്രാന്തന്മാർ. അതിന് സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആടിനോട് ചോദിച്ചു നോക്ക്. ഓ, അവളും ഉണ്ടായിരുന്നു. അവൾ ഈ പണി നിർത്തിയില്ലല്ലേ? അവക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യോ സാർ, ആ പിങ്കി അല്ല. സോറി. ഏതാണ് ഈ പുതിയതണ്ടി? എനിക്കിത് കാണാൻ വയ്യേ. ഷാജേട്ടാ, ഇതേതാണ് ഈ വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാരൻ കാട്ടിലൊറ്റ കേൾക്കണത്? ഈ വിമാനത്തിൽ നിന്ന് വീണായിരിക്കും. കർത്താവെ, കളറ് കണ്ടിട്ട് ആഫ്രിക്കയിലെ ദൈവമാണെന്നാ തോന്നുന്നത്. ശരി, സ്തുതിയായിരിക്കട്ടെ. അനക്കൊന്നുമില്ലല്ലോ, കഴിഞ്ഞ
പിടിച്ചടാ പട്ടികളെ. നോസ്ട്രേസ് കോസാസ്. അവര് പോയോ ഷാജിയേട്ട? അവിടെ ഇരിക്കേ. മെല്ലെ അങ്ങോട്ട് ആ സ്റ്റൂഡിലോട്ട് മെല്ലെ. സാറിന്റെ ആ, സ്റ്റൂഡിൽ വീഴല്ലേ. ഇപ്പോഴാ പ്രയോജനം വന്നത്. അങ്ങനെ ആ. ആരാ സാറേ വന്നിട്ട് പോയത്? വിയറ്റ്നാമിൽ നിന്ന് വന്ന അളിയനാ. പെങ്ങൾക്കും പിള്ളേർക്കും പൊട്ടിക്കാൻ വിഷുവിന് പടക്കവുമായിട്ട് വന്നതാ. ഞാനങ്ങനെ അറിയാലോ അവരെ കാട്ടുപോക്കാനാണെന്ന്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്.